സോ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. മിക്കായൽ സ്റ്റാറെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഒരു പുതിയ ചാപ്റ്റർ, ഒരു പുതിയ പരിശീലകൻ, ഒരു പുതിയ തുടക്കമാണ് എനിക്ക് കാത്തിരിക്കുന്നത്. കോച്ച് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായി നമ്മൾ ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വർക്കിന് വേണ്ടിയും കുറച്ചധികം ടൈം നമ്മൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇത്രയധികം ഡിലേ ആയിട്ട് നിങ്ങളിലേക്ക് എത്തുന്നത്. സോ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. സോ സ്വീഡിഷ് പരിശീലകനാണ്. കഴിഞ്ഞ സീസണിൽ തായ് ലീഗിൽ നിന്നാണ് അദ്ദേഹം ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത്. തായ് ലീഗിൽ ഉദായ് താനി എന്ന് പറയുന്ന ടീമിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഹോൾ കരിയർ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 400-ലധികം മാച്ചുകൾ പരിശീലിപ്പിച്ച ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 403 മാച്ചുകൾ, 172 മാച്ചുകളിലാണ് അതിന് വിജയം നേടാൻ സാധിച്ചിട്ടുള്ളത്. ബാക്കി 97 സമനിലയും 134 തോൽവികളാണുള്ളത്. 43% അതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. 4 ട്രോഫീസ് അദ്ദേഹം വിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും കേട്ടതുപോലെ ഈ അടുത്ത കാലത്തൊന്നും ഒരു ട്രോഫി വിൻ ചെയ്യാത്ത ഒരു പരിശീലകൻ കൂടിയാണ് മിക്കായൽ സ്റ്റാറെ. ഇനി അതിൻ്റെ കഴിഞ്ഞ സീസണിലേക്ക്, പ്രീവിയസ് സീസണിലേക്ക് ഒരാണെന്നുണ്ടെങ്കിൽ തായ് ലീഗിൽ ആ ഒരു ക്ലബിനെ 25 മാച്ചുകൾ പരിശീലിപ്പിച്ചതിൽ 7 വിജയം മാത്രമാണ് അതിന് നേടാൻ സാധിച്ചത്. ബാക്കി 9 മാച്ചിൽ തോൽവിയും 9 എണ്ണത്തിൽ സമനിലയാണ്. 28% മാത്രമാണ് ആ ലീഗിലെ അതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി ആ സീസണിൽ ആ ടീം അവസാനിപ്പിച്ചത് 16 ടീമുള്ളതിൽ 7ാം സ്ഥാനത്തായിട്ടാണ്. ഇനി അതിന് മുൻപുള്ള സീസണിലേക്ക് ആണെങ്കിൽ ഒരു സ്വീഡിഷ് ലീഗിൽ ഒരു സ്വീഡിഷ് ക്ലബിനെയാണ് അദ്ദേഹം പരിശീലിപ്പിച്ചത്. അവിടെ അദ്ദേഹം 30 മാച്ചുകൾ പരിശീലിപ്പിച്ചതിൽ 14 വിജയവും 3 സമനിലയും 13 തോൽവിയുണ്ട്. അവിടുത്തെ അതിൻ്റെ വിന്നിംഗ് പെർസെൻറ്റേജ് 46%. അവിടെ 8ാം സ്ഥാനത്തായിരുന്നു ആ ടീം ആ ലീഗിൽ ഫിനിഷ് ചെയ്തത്. സോ കഴിഞ്ഞ 2 സീസണിലും ഒരു പ്ലേ ഓഫ് കളിക്കാനോ അല്ലെങ്കിൽ ഒരു ടോപ്പ് 5-ലേക്കോ എത്താൻ സാധിക്കാത്ത തരത്തിലാണ് അതിൻ്റെ പ്രീവിയസ് കണക്കുകൾ വരുന്നത്. പക്ഷേ ഇതെല്ലാം കണക്കുകളുടെ കാര്യങ്ങളാണ്, നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കൂടിയായിരിക്കും. പക്ഷേ നമ്മൾ സംസാരിക്കാറുള്ളത് ഈ കണക്കുകളുടെ ബേസിസിലല്ല. സോ നമുക്ക് കുറച്ച് ഡീപ്പായിട്ട് തന്നെ അതിൻ്റെ ഗെയിം സ്റ്റൈലിലേക്കും ഫോർമേഷൻസിലേക്കൊക്കെ പോകാം. അതിന് മുൻപ് ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇതെല്ലാം അതിൻ്റെ പ്രീവിയസ് സീസൺസിൽ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഒരിക്കലും ഇതേ സംഭവം സെയിം ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് കേരള ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹം ഉപയോഗിക്കുമെന്നോ സെയിം രീതിയിലായിരിക്കുമെന്നോ ഒരു ഉറപ്പും പറയാൻ പറ്റില്ല. ഓരോ കോച്ചുമാരും ഓരോ പുതിയ ക്ലബിലേക്ക് വരുമ്പോൾ അവിടുത്തെ പ്ലേയേഴ്സിനനുസരിച്ചായിരിക്കും ടാക്ടിക്സും ഫോർമേഷൻസ് ഒക്കെ ഉണ്ടാക്കുക. ഇതിൻ്റെ കാര്യത്തിൽ അത് പ്രത്യേകിച്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഫോർമേഷൻസിൻ്റെ കാര്യമാണെങ്കിലും പ്രീവിയസ് സീസൺസിൽ ഒരുപാട് ഫോർമേഷൻ മാറ്റി ട്രൈ ചെയ്തിട്ടുള്ളൊരു പരിശീലകനാണ് മിക്കായൽ. ഇപ്പോൾ ഇവാൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവാൻ്റെ കാര്യത്തിലും ഇപ്പോൾ പറഞ്ഞ 4-4-2, 4-2-3-1, അതിൻ്റെ പ്രീവിയസ് സീസൺ എടുത്ത് നോക്കുകയാണെങ്കിൽ 4-3-3 അങ്ങനെയുള്ള ഫോർമേഷൻസിൽ ചേഞ്ചസ് ഉണ്ട്. പക്ഷേ എന്നാലും അവിടെ സ്ഥിരമായിട്ടൊരു 4-man ബാക്ക് ലൈൻ അല്ലെങ്കിൽ 2 സെൻറ്റർ ബാക്ക് വെച്ച് കളിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിൻ്റെ കാര്യത്തിൽ അതുപോലും ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ 3-4-3 ഒരു 3 സെൻറ്റർ ബാക്ക് വെച്ച് കളിക്കുന്ന ഒരു ഫോർമേഷൻ അതും യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപുള്ള സീസണിലേക്ക് വരാണെങ്കിൽ നേരെ 4-man ഡിഫൻസിലേക്കോ അല്ലെങ്കിൽ 2 സെൻറ്റർ ബാക്ക് വെച്ച് കളിക്കുന്ന രീതിയിലേക്കും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ടീമിൽ തന്നെ ഈ പറഞ്ഞ പോലെ ചില മാച്ചുകളിൽ ഈ വേരിയേഷൻസ് 4-4-2 അല്ലെങ്കിൽ 4-3-3 മാറി നേരെ 5-3-2 അല്ലെങ്കിൽ 3-5-2 3 സെൻറ്റർ ബാക്കിലേക്കുള്ള ചേഞ്ച്, അങ്ങനെയുള്ള സ്വിച്ചിങ് കാണാൻ സാധിക്കും. സോ ഇതേ സംബന്ധിച്ച് ഫസ്റ്റ് പോയിന്റ് തന്നെ അതായിരിക്കും. ഇവാനെപ്പോലെ ഒരു ഫിക്സഡ് ഫോർമേഷനിൽ നിൽക്കുന്നതല്ലാതെ ചേഞ്ചസ് വേണമെങ്കിൽ അതിന് വില്ലിംഗ് ആയിട്ടുള്ള ട്രൈ ചെയ്യാൻ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോർമേഷൻസും ഗെയിം സ്റ്റൈൽസ് കൊണ്ടുവരാനും ഒരു സീസണിൽ തന്നെ ഒരു ടീമിനെ വെച്ചുകൊണ്ട് തന്നെ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും ചിലപ്പോൾ വർക്കായില്ലെങ്കിലോ അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കിട്ടിയാലോ അത്തരത്തിലുള്ള ചേഞ്ചസ് ഫോർമേഷൻസിലാണെങ്കിലും ഗെയിം സ്റ്റൈലാണെങ്കിലും പ്ലേയേഴ്സിൻ്റെ റോളുകളാണെങ്കിലും ആ ചേഞ്ച് ഒരു പക്ഷേ നമുക്ക് വരുന്ന സീസണിൽ കാണാൻ സാധിക്കും. സോ ഇതിൻ്റെ ഗെയിം സ്റ്റൈലിനെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് 2 പാർട്ടായിട്ട് ഇതിനെ തിരിക്കേണ്ടതുണ്ട്. നമ്മൾ കഴിഞ്ഞ സീസണിലെയും അതിന് മുൻപുള്ള സീസണിലെയും പരമാവധി അവൈലബിൾ ആയുള്ള മാച്ചസ് ഒക്കെ കണ്ടിരുന്നു. അവിടെ നമുക്ക് വരുന്ന പ്രധാനപ്പെട്ട ഡിഫറൻസ് ഈ 3 സെൻറ്റർ ബാക്കും അതുപോലെ തന്നെ 2 സെൻറ്റർ ബാക്കായിട്ട് വെച്ച് കളിക്കുമ്പോഴുള്ള ഡിഫറൻസസ് ആണ്. ആൻഡ് ഇതിൽ സിമിലാരിറ്റീസും ഉണ്ട്, ഡിഫറൻസസും ഉണ്ട്. പക്ഷേ നമുക്ക് ഡീപ്പായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട്. സോ നമ്മൾ അതിൽ ആദ്യം സംസാരിക്കുന്നത് ഈ 3 സെൻറ്റർ ബാക്കായിട്ട് വെച്ച് കളിക്കുമ്പോഴുള്ള ഗെയിം സ്റ്റൈലും പ്ലേയേഴ്സിൻ്റെ യൂസും അതിലെ അറ്റാക്കിംഗ്, ബിൽഡപ്പ്, ഡിഫൻസ്, ഈ 3 ഫേസിലും കാണുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയാണ്. ഇവിടെ നമ്മൾ 3 സെൻറ്റർ ബാക്കിൽ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കണ്ടിട്ടുള്ള ഫോർമേഷൻ 3-4-3 ആണ്. ചില മാച്ചസിൽ അത് കഴിഞ്ഞ മുൻപുള്ള സീസണിൽ 2021 മറ്റോ 3-5-2 അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി കഴിഞ്ഞ സീസണിലെ മാച്ചുകളിലും അദ്ദേഹം 3-4-3 ആണ്. അതിൽ ചെറിയൊരു വേരിയേഷൻ വരുന്നുണ്ട്, അതിലേക്ക് വരാം. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബിൽഡപ്പ്, അറ്റാക്കിംഗ് ഫേസ്, ഡിഫൻസീവ് ഫേസ്, ഈ 3 ഫേസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് ബിൽഡപ്പാണ്. സോ ബിൽഡപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് അവൈലബിൾ ആയുള്ള പ്ലേയേഴ്സ് 3 സെൻറ്റർ ബാക്ക് ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3-man ബിൽഡപ്പാണ് ആ ഒരു ബേസ് വരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഫ്രണ്ടിലായിട്ട് 2 മിഡ്ഫീൽഡ് പ്ലേയേഴ്സ്, DMF എന്നോ CMF എന്നോ വിളിക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സ് അവൈലബിൾ ആണ്. ആൻഡ് വൈഡിൽ 2 ഫുൾ ബാക്ക് അല്ലെങ്കിൽ വിംഗ് ബാക്കും അവൈലബിൾ ആണ്. ആൻഡ് ഇവിടെ ബിൽഡപ്പിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ത്രൂ ദ സെൻറ്റർ ആ ഒരു ക്രിയേറ്റീവ് പ്ലെയറിന്റെ സാന്നിധ്യമോ അല്ലെങ്കിൽ സ്ട്രൈക്കർ ഒരുപാട് ഡ്രോപ്പ് ചെയ്ത് ഇറങ്ങി വരുന്ന രീതിയോ അല്ലാതെ വിങ്ങിലൂടെയുള്ള ബിൽഡപ്പാണ് കൂടുതലും കാണുന്നത്. വൈഡ് ഏരിയാസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു പരിശീലകനായിട്ട് തോന്നുന്നുണ്ട്. അത് ബിൽഡപ്പിലാണെങ്കിലും അറ്റാക്കിലാണെങ്കിലും അത് കാണുന്നുണ്ട്. വിങ്ങിലൂടെയുള്ള ബിൽഡപ്പ് എന്ന് പറയുമ്പോൾ അറ്റ് എ ടൈം ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, 2 സൈഡ് ഒരുമിച്ച് ബിൽഡപ്പ് ചെയ്യാൻ പറ്റില്ല. സോ റൈറ്റ് അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അവിടെ ഈ പ്ലേയേഴ്സിന്റെ ഷോർട്ടേജ് വരും. ഈ 3 സെൻറ്റർ ബാക്കിൽ 3 സെൻറ്റർ ബാക്സിന്റെ ബേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു DMF അല്ലെങ്കിൽ CMF എന്ന് പറയുന്ന പ്ലെയറും അതുപോലെ തന്നെ ഫുൾ ബാക്ക് അല്ലെങ്കിൽ വിംഗ് ബാക്ക് എന്ന് പറയുന്ന റൈറ്റ് ബാക്കോ അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡ് ആണെങ്കിൽ ലെഫ്റ്റ് ബാക്ക്, അങ്ങനെ ഈ 3 പ്ലേയേഴ്സ് ആയിരിക്കും ബിൽഡപ്പിൽ ഉണ്ടാവും. ഇവർ തമ്മിലുള്ള കോമ്പിനേഷൻ, ഇവർ തമ്മിലുള്ള ട്രയാങ്കിൾസ്, അത് യൂസ് ചെയ്യുന്ന ബിൽഡപ്പാണ് നമുക്ക് മെജോറിറ്റിയും കാണാൻ സാധിക്കുന്നത്. ഇവിടെ യൂസ് ചെയ്യുന്ന പ്ലേയേഴ്സിന്റെ സ്പെഷ്യാലിറ്റീസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ ആദ്യം
സെൻറ്റർ ബാക്കിൽ നിന്ന് തുടങ്ങാം. അവിടെ ഈ 3 സെൻറ്റർ ബാക്ക് നോർമലി ഈ 3 മെൻ ബിൽഡപ്പിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു പ്ലെയർ കുറച്ചുകൂടി സ്വീപ്പർ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഡിഫൻസീവ്ലി ആക്റ്റീവ് ഉള്ള ഒരു പ്ലെയറും ബാക്കി 2 പേര് ബോൾ പ്ലേയിങ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ബോൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ പാസുകൾ കൊടുക്കാൻ പറ്റുന്ന വിഷനുള്ള പ്ലേയേഴ്സിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മിഡ്ഫീൽഡിലേക്ക് വരാണെങ്കിൽ അവിടെ 2 പ്ലേയേഴ്സ് അവൈലബിൾ ആണ് സെൻറ്ററിൽ. പക്ഷേ അവിടെ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, അതിൽ ഒരു പ്ലെയറിനെങ്കിലും ഒരു ബോക്സ് ടു ബോക്സ് അല്ലെങ്കിൽ വളരെ ആക്റ്റീവായിട്ട് കളിക്കുന്ന, അതും നമ്മൾ സാധാരണ വിപിനിൽ നിന്നോ അല്ലെങ്കിൽ ഡാനിഷ് ഫാറൂഖിൽ നിന്നോ കാണുന്നതിനേക്കാൾ കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാനും ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിൽ ബോക്സിലും അപ്പുറത്തെ ബോക്സിലും ഇപ്പുറത്തെ ബോക്സിലും വരുന്ന ഒരു ബോക്സ് ടു ബോക്സ് പ്ലെയർ ആയിട്ടാണ് ആ ഒരു പ്ലെയറിനെ യൂസ് ചെയ്യാറുള്ളത്. ഇനി ഫുൾ ബാക്കിൽ അല്ലെങ്കിൽ വിങ് ബാക്കിലേക്ക് വരുമ്പോൾ ആ ഒരു പ്ലെയറിനാണ് ഇവിടെ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. നല്ല രീതിയിൽ ബോൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന, പ്രോഗ്രസീവായിട്ട് കളിക്കാൻ പറ്റുന്ന, വേണമെങ്കിൽ ഒരു പ്ലെയറിനെ മറികടന്ന് മുന്നോട്ട് പോയി അറ്റാക്കിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു പ്ലെയറിനാണ് ഇവിടെ ആവശ്യം. അത്തരത്തിലുള്ള ഒരു ഇന്ത്യൻ പ്ലെയറിനെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ളൊരു കാര്യമാണ്. പക്ഷേ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള റോള് ഇതിൻ്റെ സിസ്റ്റത്തിൽ ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്. കാരണം പല സമയത്തും ഈ ബിൽഡപ്പിനെ ആണെങ്കിലും അറ്റാക്കിനെ ആണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ ഈ പ്ലെയറിന് വലിയൊരു റോള് വരാറുണ്ട്. ആൻഡ് ഈ 3 പേര് ചേർന്നാണ് ബിൽഡപ്പിൽ മെജോറിറ്റി ആ ഒരു ഓപ്പൺ ഹാഫ് വരെയോ അല്ലെങ്കിൽ സെൻറ്റർ വരെയോ പന്തിനെ എത്തിക്കുന്നത് കണ്ടുള്ളത്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കണ്ട ബിൽഡപ്പ് പാറ്റേൺസിലേക്ക് വരുമ്പോൾ ആ റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് തുടങ്ങിയിട്ട് ആ ഒരു CMF, ആ ഒരു സൈഡിലെ CMF, അവിടെ നിന്ന് ഫുൾ ബാക്ക്, അങ്ങനെ ഒരു ട്രയാങ്കിളോ അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് സെൻറ്റർ ബാക്കിൽ നിന്ന് ഫുൾ ബാക്ക് ടു ഇൻസൈഡ് നിൽക്കുന്ന ആ ഒരു ബോക്സ് ബോക്സ് CMF, ആ ഒരു പ്ലെയറിലേക്ക് അത്തരത്തിലുള്ള ബിൽഡപ്പ് പാറ്റേൺസ് ആണ് കൂടുതലും കാണാറുള്ളത്. എന്തായാലും വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ അല്ലെങ്കിൽ വിങ്ങിലൂടെയുള്ള ബിൽഡപ്പിനാണ് കൂടുതലും ഈ ഒരു ഫോർമേഷൻ അദ്ദേഹം ഫോക്കസ് ചെയ്യാറുള്ളത്. അതിനർത്ഥം സെൻറ്ററിലൂടെ ഒട്ടും മുന്നോട്ട് പോകുന്നില്ല എന്നല്ല. ചില സമയത്ത് ഈ പറഞ്ഞ പോലെ സ്ട്രൈക്കർ ഡ്രോപ്പ് ചെയ്ത് വരുന്നതോ അല്ലെങ്കിൽ വിങ്ങർ ഇൻസൈഡിലേക്ക് നിന്നിട്ട് ഡയറക്റ്റ് പാസ് ചിലപ്പോൾ സെൻറ്റർ ബാക്കിൽ നിന്ന് വിങ്ങറിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ DMF-ൽ നിന്ന് വിങ്ങറിലേക്കോ കാണാറുണ്ട്. പക്ഷേ ഒരു മെജോറിറ്റി നമ്മൾ ടോട്ടൽ മാച്ച് എടുക്കുമ്പോൾ അത് വളരെ കുറച്ച് മാത്രമാണ് സെൻറ്ററിലൂടെയുള്ള ബിൽഡപ്പും സെൻറ്ററിലൂടെയുള്ള പ്രോഗ്രഷനും കാണുന്നത്. മെജോറിറ്റി സമയവും ഈ പറഞ്ഞ പോലെ വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങൾ അതിൽ ഫുൾ ബാക്കിനെയും ഈ പറഞ്ഞ പോലെ ബോക്സ് ടു ബോക്സ് സെൻട്രൽ മിഡ്ഫീൽഡറിനെയും ആശ്രയിച്ചിട്ടുള്ള ബിൽഡപ്പാണ് കൂടുതലും കണ്ടുള്ളത്. സോ ഇനി നെക്സ്റ്റ് അറ്റാക്കിംഗ് ഫേസിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ 3-4-3 ഷിഫ്റ്റ് ആയിട്ട് ഈ പറഞ്ഞ 2 വിങ് ബാക്ക് അല്ലെങ്കിൽ ഫുൾ ബാക്ക് കുറച്ചുകൂടി മുന്നോട്ട് കയറിപ്പോയി ഒരു 3-2-5 എന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അവിടെ ഫുൾ ബാക്ക് വളരെയധികം ഒഫൻസീവ് ആണ്. ആൻഡ് ഈ ബിൽഡപ്പിൻ്റെ കാര്യം പറഞ്ഞ പ്ലേയേഴ്സിനെ പ്ലസ് ഒരു പ്ലെയർ കൂടി ഇവിടെ ഇൻവോൾവ് ആവുന്നുണ്ട്. അത് ആ ഒരു സൈഡിലെ വിങ്ങറാണ്. ഈ പറഞ്ഞ പോലെ അറ്റാക്കിംഗ് പാറ്റേൺസിലും നമ്മൾ മെജോറിറ്റി കാണുന്നത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങളാണ്. ഇനിയിപ്പോൾ സെൻട്രലിലൂടെ ബിൽഡപ്പ് ചെയ്താലും അവിടെ ഒരു ക്രിയേറ്റീവ് പ്ലെയറിൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പാസുകൾ, സെൻറ്ററിലൂടെയുള്ള പ്രോഗ്രസീവ് പാസുകൾ കാണാറില്ല. കൂടുതലും വിങ്ങിലേക്ക് പന്ത് കൊടുത്തിട്ട് അവിടെ നിന്നൊരു ക്രോസോ പാരലൽ പാസോ അല്ലെങ്കിൽ കട്ട് ബാക്കോ ഒക്കെ കളിക്കുന്ന രീതിയിലാണ് അറ്റാക്കിംഗ് പാറ്റേൺസും കൂടുതൽ കാണുന്നത്. അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് കോമ്പിനേഷൻസ് ആണ്. ഈ പറഞ്ഞ സെൻട്രൽ മിഡ്ഫീൽഡർ, ആ ഒരു നമ്പർ 8 ആയിട്ട് കളിക്കുന്ന പ്ലെയർ, വിങ് ബാക്ക് പ്ലസ് സ്ട്രൈക്കർ, ഈ 3 പ്ലേയേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷൻ, അവരുടെ ഫ്ലെക്സിബിലിറ്റി, അവരുടെ പൊസിഷണൽ റൊട്ടേഷൻ, ഇത് 3ഉമാണ് ഇതിൽ വളരെയധികം ഡിപ്പെൻഡ് ആവുന്നത്. കാരണം ഈ 3 പ്ലേയേഴ്സിനും ഫോർമേഷനിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള പൊസിഷൻ ഉണ്ടെങ്കിലും അറ്റാക്കിലേക്ക് വരുമ്പോൾ അത് വളരെയധികം ഫ്ലെക്സിബിൾ ആവുന്നുണ്ട്. അതായത് ഇപ്പോൾ നോർമലി വിങ്ങർ ഇൻസൈഡിലാണെങ്കിൽ ഫുൾ ബാക്ക് ഔട്ട് സൈഡിലായിരിക്കും നിൽക്കുക. ഇത് ഷിഫ്റ്റ് ആയിട്ട് ഫുൾ ബാക്ക് വിത്ത് ദ ബോളോ അല്ലെങ്കിൽ വിത്തൗട്ട് ദ ബോളോ ഇൻസൈഡിലേക്ക് പോകും. അപ്പോൾ വിങ്ങർ സ്വിച്ച് ചെയ്ത് ഇറങ്ങി വരും. ആൻഡ് ഈ പ്ലെയർ, ഈ സെൻട്രൽ മിഡ്ഫീൽഡറും ചില സമയത്ത് ഫുൾ ബാക്കിൻ്റെ റോളിലേക്ക് മാറി. അങ്ങനെ ഈ 3 പ്ലേയേഴ്സും തമ്മിൽ പൊസിഷണൽ റൊട്ടേഷൻ കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. ആ ഒരു പാറ്റേണിൽ ഏറ്റവും ഒടുവിൽ ചെന്ന് അവസാനിക്കുന്നത് വിങ്ങിലൂടെയുള്ള ഒരു ക്രോസോ അല്ലെങ്കിൽ ഇൻസൈഡിൽ ആ ബോക്സിൻ്റെ ആ ഒരു ഹാഫ് സ്പേസിലൂടെയുള്ള മുന്നേറ്റത്തിലോ ആണ് ഇത് അവസാനിക്കാറുള്ളത്. സോ ഇവിടെ തന്നെ ഒരു 3 vs 2 സിറ്റുവേഷൻ വരികയും അത് ആ ഒരു ടീമിന് അനുകൂലമായിട്ട് വന്നിട്ട് ഇതുപോലുള്ള ട്രയാങ്കിൾ കളിച്ച് ഒരു കൃത്യമായ ക്രോസ് അകത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റൊരു മൂന്നിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഒരു ഫൈനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ ക്രോസ് അല്ലെങ്കിൽ ഫൈനൽ ആ ഒരു ത്രെട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്പർ 8 ആയിട്ട് കളിക്കുന്ന ഒരു പ്ലെയറിനെയാണ് ബോക്സിൻ്റെ ഏരിയയിൽ കാണുന്നത്. ഇവിടെ വിങ്ങർ ഡ്രോപ്പ് ചെയ്ത് നിൽക്കുന്നതും ഫുൾ ബാക്ക് വിത്തൗട്ട് ദ ബോൾ ഒരു പ്രോഗ്രസീവ് റണ്ണ് ഇൻസൈഡിലേക്ക് നടത്തുന്നത് കാണാം. ആൻഡ് അതിനുശേഷം ഈ പറഞ്ഞ CMF-ഉം ഫുൾ ബാക്കും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പാസുകൾ കളിച്ചിട്ടാണ് ഇൻസൈഡിൽ ആ ഒരു ബോക്സിൻ്റെ ഏരിയയിൽ ഈ പറഞ്ഞ നമ്പർ 8 CMF-ന് ആ ഒരു പന്ത് ലഭിക്കുന്നത്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ട് പാസുകൾ കളിച്ച് പൊസിഷൻ റൊട്ടേറ്റ് ചെയ്ത് ആ ഒരു സൈഡിൽ ചിലപ്പോൾ നമ്പർ 8 വരാം, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ വിങ്ങർ വരാം, അല്ലെങ്കിൽ ഫുൾ ബാക്ക് വരാം. ആരെങ്കിലും ആ ഒരു ഫൈനൽ ആ ഒരു അറ്റാക്കിംഗ് തേർഡിലേക്ക് വന്നിട്ട് ആ ഒരു പ്ലെയർ ക്രോസ് കൊടുക്കുന്ന രീതിയിൽ ഒരുപാട് അറ്റാക്കിംഗ് മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഈ 3-4-3 മെജോറിറ്റി, ഇതിപ്പോൾ റൈറ്റിലെ കേസ് മാത്രമാണ് പറഞ്ഞത്, സിമിലർ ആയിട്ട് നമ്മൾ ലെഫ്റ്റിലും ഇതുപോലെ കാണുന്നുണ്ട്. സോ മെയിൻ ആയിട്ട് അറ്റാക്കിംഗ് ഫേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു അറ്റാക്കിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഈ 3 പ്ലേയേഴ്സ് തമ്മിലുള്ള കോമ്പിനേഷനും ട്രയാങ്കിൾസും അവിടെ ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് കിട്ടിയിട്ട് ഇതുപോലെ ത്രൂ കളിച്ച് ക്രോസ് കൊടുത്ത് ബോക്സിനകത്തേക്ക് പന്തെത്തിക്കുന്ന രീതിയാണ്. ആൻഡ് ഇവിടെ പല സമയത്തും ഫുൾ ബാക്കിന്റെ ഒരു പ്രോഗ്രസീവ് റൺ കൊണ്ട് അല്ലെങ്കിൽ ഫുൾ ബാക്കിന്റെ പ്രോഗ്രസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് കൊണ്ട് ഈ ഒരു അറ്റാക്ക് നടക്കാറുണ്ട്. അതുകൊണ്ടാണ് ഫുൾ ബാക്ക് അല്ലെങ്കിൽ വിങ് ബാക്കിന് ഒരു സിസ്റ്റത്തിൽ ഇച്ചിരി ഇമ്പോർട്ടൻസ് കൂടുതലുണ്ടെന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വിങ്ങറിന്റെ കാര്യം. വിങ്ങർ ഈ പറഞ്ഞ ഒരു ഫ്ലെക്സിബിൾ പൊസിഷൻ, അതേസമയം ഒരു അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള വിങ്ങറാണ്. ഗോൾ അടിക്കണം, ഗോൾ അടുപ്പിക്കണം, അത്തരത്തിലുള്ള ഒരു എബിലിറ്റി ഉള്ള ക്രോസുകൾ കൊടുക്കാൻ പറ്റുന്ന, അതേസമയം ഗോളുകൾ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു നോർമൽ ഓർത്തഡോക്സ് വിങ്ങറിനേക്കാൾ കൂടുതൽ ഒഫൻസീവായിട്ട് കളിക്കുന്ന അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള വിങ്ങേഴ്സിനാണ് ഇദ്ദേഹം പ്രിഫർ ചെയ്യാറുള്ളത്. ആ ഒരു ഫ്രണ്ടിൽ നിൽക്കുന്ന ലോൺലി സ്ട്രൈക്കറിന് ഫീഡ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം ഈ വിങ്ങേഴ്സിന് വരാറുണ്ട്. സോ വിങ്ങേഴ്സ് ആൻഡ് ഫുൾ ബാക്ക് ഈ ഒരു സിസ്റ്റത്തിൽ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ അറ്റാക്കിംഗ് പാറ്റേണിൽ നമ്മൾ വാദവരാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വിങ്ങിലൂടെയുള്ള മുന്നേറ്റങ്ങളെ പറ്റിയും വിങ്ങിലൂടെ
മിഡിലൂടെ വരുന്ന ആ ഒരു അറ്റാക്കിംഗ് പാറ്റേൺസിനെ പറ്റിയാണ്. സോ അവിടെ സെൻറ്ററിലൂടെയുള്ള മുന്നേറ്റങ്ങൾ, അവിടെ ഒരു ക്രിയേറ്റീവ് പ്ലെയറിൻ്റെ സാന്നിധ്യം എങ്ങനെ വരുമെന്നുള്ള ഒരു വലിയ ചോദ്യമായിരിക്കും. ലൂണ പോലൊരു പ്ലെയർ ടീമിൽ ഉണ്ടായിരിക്കുമ്പോൾ ആ ഒരു പ്ലെയറിനെ എവിടെ യൂസ് ചെയ്യും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിന് ഒരു ചെറിയ ഉത്തരം എനിക്കൊരു മാച്ചിൽ കിട്ടിയിരുന്നു. സെയിം ആയിട്ട് ഒരു 3-4-3 ഫോർമേഷനിൽ സ്റ്റാർട്ട് ചെയ്തൊരു മാച്ചിൽ അവിടെ ആ ഒരു വിങ്ങിൽ ഒരു സൈഡിൽ കളിച്ച പ്ലെയർ ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു ക്രിയേറ്റീവ് അല്ലെങ്കിൽ ഒരു പ്ലസ് ഫോൾസ് 9 എന്ന രീതിയിൽ മാറുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ ഈ ഒരു ടാക്ടിക്കൽ സർപ്രൈസ് കൊണ്ട് ഓപ്പണന്റിനെതിരെ ഡ്രോ പിടിച്ചൊരു മാച്ച് കൂടിയായിരുന്നത്. ആ ഒരു നമ്പർ 9 ജേഴ്സിട്ട് കളിച്ച ആ ഒരു പ്ലെയർ ആ ഒരു മാച്ചിൽ 2 ഗോളും ഒരു അസിസ്റ്റും കൊടുത്തിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, എനിക്ക് മാച്ച് കണ്ടപ്പോൾ കോച്ചിനോട് ഒരു മതിപ്പ് തോന്നിയ ഒരു ടാക്ടിക്കൽ ചേഞ്ച് ആയിട്ട് ആ ഒരു മാച്ച് ഫീൽ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ 3-4-3 ഒരു വിങ്ങറായിട്ടാണ് ഒരു പ്ലെയർ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ കളി പുരോഗമിക്കും തോറും ഈ ഒരു പ്ലെയറെ ഡ്രോപ്പ് ചെയ്ത് മിഡ്ഫീൽഡിലേക്ക് വന്നു. അത് ഒരു ഡിഫൻസീവ് ഫോർമേഷനിൽ അല്ലെങ്കിൽ ഡിഫൻസീവ് സൈഡിലേക്ക് വരുമ്പോൾ ഒരു 5-3-2 മിഡിൽ വരുന്ന 3 പേരിൽ ഒരാളായിട്ടാണ് അദ്ദേഹം നിൽക്കുക. അതേസമയം അറ്റാക്കിംഗ് ഫേസിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ക്രിയേറ്റീവ് ഒരു 5-3-2 ഫോർമേഷനിൽ ഫ്രണ്ടിൽ ആ ഒരു സ്ട്രൈക്കേഴ്സിന് 2 സ്ട്രൈക്കേഴ്സിന് ബാക്കിലായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറിനെ പോലെയും ഈ ഒരു പ്ലെയറിനെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് പന്ത് സ്വീകരിച്ച് പാസ് കൊടുത്ത് അത്തരം ഒരു ലൂണ എങ്ങനെയാണോ കളിക്കുന്നത് ആ ഒരു ലെവലിലേക്കുള്ള ബോൾ ഡിസ്ട്രിബ്യൂഷൻ അതിൽ നിന്ന് വരാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം ഗോൾ അടിക്കാനും ഗോൾ അടുപ്പിക്കാനും തുടങ്ങുന്നുണ്ടായിരുന്നു. ഒരു മൂവ്മെന്റ് അദ്ദേഹമായിട്ട് പാസ് ചെയ്ത് തുടങ്ങി. പതിയെ ലേറ്റ് റൺ കൊണ്ട് ആരുടെയും കണ്ണിൽപ്പെടാതെ ബോക്സിനകത്തേക്ക് എത്തി ഒരു കട്ട് ബാക്ക് സ്വീകരിച്ച് ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിൽ ഇതേപോലെ തന്നെ ആ ഒരു വിങ്ങറും സ്ട്രൈക്കറും മാത്രം ആ ഒരു ബോക്സിൽ ഉണ്ടായിരിക്കെ അവരിലേക്ക് എല്ലാ ഫോക്കസും പോകുമ്പോൾ ഇദ്ദേഹം ലേറ്റ് റൺ വഴി ഇറങ്ങി വന്ന് ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. സിമിലർ ആയിട്ട് 2 സ്ട്രൈക്കേഴ്സിൽ നിന്ന് പന്ത് തിരിച്ച് സ്വീകരിച്ച് ക്രോസ് കൊടുത്ത് ഒരു അസിസ്റ്റും അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ 3-5-2 ചേഞ്ച്, അവിടെ ലൂണ പോലൊരു പ്ലെയറിന്റെ സാന്നിധ്യം അത് ടീമിനെ ഹെൽപ്പ് ചെയ്യുന്നു തോന്നുന്നുണ്ട്. ആ ഒരു മാച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടാക്ടിക്കൽ ചേഞ്ച് ആയിട്ടും ക്രിയേറ്റീവ് പ്ലെയർ പ്ലസ് ഒരു ഫോൾസ് 9 എന്ന രീതിയിൽ നമുക്കൊരു പ്ലെയറിനെ കളിപ്പിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഈ മിക്കായൽ സ്റ്റാറയുടെ ഈ ഒരു ഗെയിം സ്റ്റൈലിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെ അറ്റാക്കിംഗ് ഫേസിൽ ഒരു ചോദ്യം അവശേഷിക്കുന്നത് ഇവിടുത്തെ സ്ട്രൈക്കർ എങ്ങനെയായിരിക്കും, സ്ട്രൈക്കറിന്റെ ക്യാരക്ടർ എങ്ങനെയാണ്, സ്ട്രൈക്കർ ഏത് രീതിയിലാണ് കളിക്കുന്നത് എന്നുള്ളതായിരിക്കും. അവിടെ നമുക്ക് കിട്ടിയ ഉത്തരവ് എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു ടാർഗറ്റ് മാൻ ടൈപ്പ് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന അമിതമായിട്ട് ഈ പറഞ്ഞ ഫ്ലെക്സിബിൾ ആയിട്ട് ഈ പറഞ്ഞ 2 സൈഡിലും വിങ്ങേഴ്സ് ഉണ്ട്. സോ അതിനെ സംബന്ധിച്ച് ബോക്സിനകത്ത് നിൽക്കുക, ക്രോസ് കണക്ട് ചെയ്യുക, അവിടേക്ക് വരുന്ന പാസുകൾ ഫിനിഷ് ചെയ്യുക, ഈ ഒരു ഡ്യൂട്ടിയാണ് മെയിനായിട്ട് കാണാൻ സാധിച്ചത്. അധികം വിത്ത് ദ ബോൾ ഇൻവോൾവ് ആയിട്ട് നമുക്ക് ഒരു പ്ലെയറിനെ കാണാൻ സാധിച്ചിരുന്നില്ല, ഈ ഒരു സ്ട്രൈക്കറിനെ കാണാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഫ്രണ്ടിൽ മാത്രം നിൽക്കുന്ന ഒരു പെട്ടിക്കട സ്ട്രൈക്കറൊന്നും ആയിരുന്നില്ല. അദ്ദേഹം അത്യാവശ്യം ഡ്രോപ്പ് ചെയ്യുന്നുണ്ട്, ചില സിറ്റുവേഷൻസിൽ ലിങ്കപ്പ് കളിക്കുന്നുണ്ട്. പക്ഷേ ഒരു ടോട്ടൽ മാച്ച് എടുത്ത് നോക്കുമ്പോൾ മെജോറിറ്റി ടൈമും അദ്ദേഹം സ്പെൻഡ് ചെയ്യുന്നത് ഒരു ബോക്സിൻ്റെ ഏരിയയിലും ക്രോസിന് വെയിറ്റ് ചെയ്യും, അത് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യാണ്. ഫിസിക്കലി നല്ല ആക്റ്റീവ് ആയിട്ടുള്ള, ഫിസിക്കലി നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു സ്ട്രൈക്കറിനെ പോലെ ഫീൽ ചെയ്തു. ചില സ്ട്രൈക്കേഴ്സ് നമ്മൾ കാണുന്നത് പോലെ അധികം എടുത്തു കാണിക്കപ്പെടാത്ത, ചിലപ്പോൾ അറ്റാക്കിലേക്ക് അധികം പന്ത് പോയില്ലെങ്കിൽ അങ്ങനെ ഒരു സ്ട്രൈക്കർ ഉണ്ടെന്നേ തോന്നിക്കാത്ത രീതിയിൽ ചിലപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ സ്ട്രൈക്കറിനെ ഫീൽ ചെയ്യും. അത് സ്ട്രൈക്കറിന്റെ പ്രശ്നമല്ല, ബോക്സിനകത്തേക്ക് വരുന്ന ബോളുകൾ ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്ന ഡ്യൂട്ടിയാണ് അവിടെ അതിന് മെയിൻ ആയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ബോക്സിനകത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. സോ ഇനി ഈ ഒരു അറ്റാക്കിംഗ് ഫേസിൽ കണ്ട മെയിൻ ആയിട്ടുള്ള ഒരു വീക്ക്നെസ്സിനെ പറ്റി കൂടി സംസാരിക്കേണ്ടതുണ്ട്. അത് അമിതമായിട്ട് ഈ വിങ്ങിനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. അവിടെ കുറച്ചധികം ക്രോസുകളെ ആശ്രയിക്കുന്ന രീതിയിലേക്ക് മാറുന്നുണ്ട്. അത് വർക്കായില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആ ഒരു വിങ്ങിൽ വെച്ച് കളി അവസാനിക്കുന്ന അല്ലെങ്കിൽ അവിടെ വെച്ച് പന്ത് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന മൂവ്മെന്റ്സിൽ അറ്റാക്കിലേക്ക് എത്താത്ത രീതിയിലേക്ക് മാറുന്നുണ്ടായിരുന്നു. സോ അമിതമായിട്ട് വിങ്ങിനെ ആശ്രയിക്കുന്നു, സെന്ററിലുള്ള മുന്നേറ്റങ്ങൾ കുറവ് വരുന്നു എന്നുള്ളതാണ് ഈ ഒരു അറ്റാക്കിംഗ് ഫേസിലുള്ള മെയിൻ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഇനി ഈ ഒരു ഫോർമേഷനിൽ അവസാനമായിട്ട് പറയാനുള്ളത് ഡിഫൻസീവ് ഫേസ് ആണ്. ഡിഫൻസീവ് ഫേസിലേക്ക് വരുമ്പോൾ ഈ 3-4-3 എന്നുള്ളത് ഷിഫ്റ്റ് ആയിട്ട് 2 വിങ്ങേഴ്സും 2 ഫുൾ ബാക്കും ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു 5-4-1 എന്ന രീതിയിലേക്ക് മാറാറുണ്ട്. അവിടെ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആ മിഡിൽ കിട്ടുന്ന ആ ഒരു കോമ്പാക്ട്നെസ്, ആ മിഡിൽ വരുന്ന ഒരു ടൈറ്റ്നെസ് ആണ്. ഇത് ഏറ്റവും അധികം യൂസ്ഫുൾ ആവുന്നത് കൗണ്ടർ അറ്റാക്കിന് വേണ്ടിയിട്ടാണ്. കൗണ്ടർ അറ്റാക്കിനെ പറ്റി നമുക്ക് പ്രത്യേകം പറയാനുണ്ട്. പക്ഷേ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കൗണ്ടർ അറ്റാക്കൊക്കെ തുടങ്ങുന്നതിനുള്ള മെയിൻ കാരണം അതേ മിഡ് കറക്റ്റ് ടൈറ്റ് ആയിട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ 4 പ്ലേയേഴ്സ് മിഡിൻ്റെ ആ ഒരു സെൻറ്റർ ഏരിയയിൽ തന്നെ വരുമ്പോൾ അവിടെ ഏത് ഫോർമേഷൻ ആയിക്കോട്ടെ, 4-3-3 ആയിക്കോട്ടെ, 4-4-2 ആയിക്കോട്ടെ, എഗെയിൻസ്റ്റ് ഏത് ഫോർമേഷൻ വന്നാലും അവിടെ എല്ലാം ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് എന്തായാലും മിഡിൽ ഈ ഒരു ഫോർമേഷനിൽ കിട്ടുന്നുണ്ട്. സെൻറ്ററിൽ അത്രയും പ്ലേയേഴ്സ് വിങ്ങിലേക്ക് പോകാനാണെങ്കിൽ പോലും 2 പ്ലേയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിങ്ങിലേക്ക് പോകാനും ബാക്കി 2 പ്ലേയേഴ്സ് സെൻറ്ററിലും, അല്ലാത്ത സമയത്ത് ഈ 4 പ്ലേയേഴ്സും കോമ്പാക്റ്റ് ആയിട്ട് സെൻറ്ററിലേക്ക് നിൽക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മിഡിൽ വെച്ച് പന്ത് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. മിഡിൽ വെച്ച് പന്ത് റിക്കവർ ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തുക എന്ന് പറയുന്നത്. സോ ഈ ഡിഫൻസീവ് ഷേപ്പിൽ ഏറ്റവും അധികം അഡ്വാൻറ്റേജ് കിട്ടുന്നത് ആ മിഡ് കോമ്പാക്റ്റ് ആയിട്ട് നിർത്തുന്നു, അവിടെ നിന്ന് വരുന്ന റിക്കവറീസ് കൊണ്ട് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡിഫൻസീവിലാണ് ഏറ്റവും അധികം പ്രശ്നമുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം പരിഹരിക്കേണ്ട, നമ്മളെ ഏറ്റവും അധികം ടെൻഷൻ അടുപ്പിക്കുന്ന കുറച്ചധികം വീക്ക്നെസ്സുകൾ കാണാൻ സാധിച്ചത് അത് ഡിഫൻസിലുള്ള ഗ്യാപ്പാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും 5 പേരടങ്ങുന്ന ഒരു ഡിഫൻസിൽ എവിടെയാണ് ഗ്യാപ്പ് വരുന്നത്. ഫോർമൻ ബാക്ക് കളിക്കുന്നതിനേക്കാൾ ഒരു പ്ലെയറിന്റെ അഡ്വാൻറ്റേജ് ന്യൂമറിക്കലി കിട്ടുന്നുണ്ട്. എന്നാൽ പോലും അവിടെ വരുന്ന ഏറ്റവും വലിയൊരു വില്ലൻ എന്ന് പറയുന്നത് അഡ്വാൻസിങ് ആണ്. ഈ പറഞ്ഞ പോലെ 5 പ്ലേയേഴ്സ് കളിക്കുമ്പോൾ അവിടെ നോർമലി ഒരു പ്ലെയറിന് അഡ്വാൻസ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കൊടുക്കാറുണ്ട്. അത് എല്ലാ ടീമുകളും 5 മെൻ ബാക്ക് ലൈൻ കളിക്കുമ്പോൾ അങ്ങനെ ഒരു പ്ലെയറിന് മുന്നോട്ട് കയറി പോയി ഡിഫെൻഡ് ചെയ്തേ പറ്റൂ. മിഡിൽ ബിറ്റ്വീൻ ദ ലൈൻസിൽ വരുന്ന പ്ലേയേഴ്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി പോയേ പറ്റൂ. അങ്ങനെ
അങ്ങനെ വരുമ്പോൾ ആ കയറി പോകുന്നത് സക്സസ്ഫുൾ ആവാതെ വരികയാണെങ്കിൽ പുറകിൽ വരുന്ന ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് ഒരുപാട് ഈ പറഞ്ഞ ഓപ്പണിങ്സ് കിട്ടാറുണ്ട്. അത് മെയിനായിട്ട് ഈ സെൻറ്റർ ബാക്കിൻ്റെ ഇടയിലും ആ വിങ് ബാക്ക് സെൻറ്റർ ബാക്ക് അവരുടെ ഇടയിലും വരുന്ന ഗ്യാപ്പാണ് ഏറ്റവും അധികം പ്രശ്നമായിട്ട് വരുന്നത്. അതിൽ നിന്ന് ഒരുപാട് ഗോളുകൾ കൺസിഡർ ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാൻസസ് ഓപ്പൺ ടീമിന് കിട്ടുന്നുണ്ട്. മെയിനായിട്ട് അദ്ദേഹത്തിനെതിരെ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വെപ്പണായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഈ വിങ്ങിൽ വരുന്ന സ്പേസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്സും ആണ്. 3 സെൻറ്റർ ബാക്ക് കളിക്കുന്ന ഒരു മെജോറിറ്റി ടീമുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് ആണ് വിങ്ങിൽ വരുന്ന സ്പേസ് ഫുൾ ബാക്ക് അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കിട്ടുന്ന സ്പേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഫുൾ ബാക്ക് പ്രസന്റ് ആയിരിക്കെ, ഫുൾ ബാക്ക് 5 മെൻ ബാക്ക് ലൈനിൽ പ്രസന്റ് ആയിരിക്കെ പോലും ഗ്യാപ്സ് ഓപ്പൺ ടീം ഈസി ആയിട്ട് പിക്ക് ചെയ്യുന്നുണ്ട്. അത് വലിയ രീതിയിൽ നമുക്ക് പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. 5 മെൻ ബാക്ക് ലൈൻ്റെ ഒരു ഓർഗനൈസേഷൻ, അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻ അവിടെ കിട്ടാത്തതുപോലെ ഡിഫൻസ് പലപ്പോഴും മാറുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഗ്യാപ്പ് ഇത്രയും 5 പ്ലേയേഴ്സിനെ നിർത്തിയിട്ടും അതിനിടയിലൂടെ ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോർഡിനേഷൻ്റെ കുറവാണ്. അത് പ്ലേയേഴ്സിനൊപ്പം തന്നെ കോച്ച് പരിഹരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് തോന്നുന്നുണ്ട്. സോ അത്തരത്തിൽ വിങ്ങിലൂടെയും ഈ ബാക്ക് ലൈൻ്റെ ഗ്യാപ്പിലൂടെയും വരുന്ന ഒരുപാട് ഡിഫൻസിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ത്രൂ പാസിലൂടെ വരുന്ന ബോളുകൾ ഗോളുകളിൽ അവസാനിക്കുന്നുണ്ട്. അതൊരു പക്ഷേ ബ്ലാസ്റ്റേഴ്സിൽ വരുമ്പോഴും നമ്മൾ ചിലപ്പോൾ കാണാൻ ചാൻസ് ഉള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നുണ്ട്. സോ ഇനി ഇവിടെ പറയാനുള്ളത് 3-5-2 ഫോർമേഷനെ പറ്റിയാണ്. 3-5-2 ഫോർമേഷനും ഈ 3-4-3 തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല. വരുന്ന വ്യത്യാസങ്ങളിൽ മെയിനായിട്ട് അവിടെ ഒരു ലോൺലി സ്ട്രൈക്കർ ആണെങ്കിൽ ഇവിടെ 2 പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ്സിനെ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരാൾ ഒരു ടാർഗറ്റ് മാൻ എന്ന രീതിയിലും ഒരാൾ കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ക്രിയേറ്റീവ് ആയിട്ട് കളിക്കാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ പാസുകൾ സപ്ലൈ ചെയ്യാൻ ശ്രമിക്കുന്ന, ലിങ്കപ്പ് കളിക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ ഒരാളെ നമ്മൾ കാണുന്നുണ്ട്. മറ്റേ ആൾക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്യുന്ന ഒരു ഡ്യൂട്ടിയാണ്. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ ഈ മിഡിലേക്ക് വരുമ്പോൾ അവിടെ 3-5 പ്ലേയേഴ്സ് ഉണ്ട്. പക്ഷേ അവിടെയും ഒരു ക്രിയേറ്റീവ് പ്ലെയറിനെ നമ്മൾ ഒരു ക്രിയേറ്റീവ് പ്ലെയറിൻ്റെ റോള് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ കണ്ടിരുന്നില്ല. അവിടെ ഒരു ഡിഫൻസീവ് മിഡും 2 CMF എന്ന രീതിയിൽ ഒരു വി ഷേപ്പിലാണ് ആ ഒരു സെൻറ്റർ സ്പേസസ് വന്നിട്ടുണ്ടായിരുന്നത്. ബാക്കി കാര്യങ്ങളെല്ലാം ഏകദേശം സിമിലർ ആണ്. ഈ പറഞ്ഞ പോലെ വിങ്ങിൽ വരുന്ന കോമ്പിനേഷൻസും അവിടെ നിന്ന് ക്രോസുകളും 2 സെൻറ്റർ ഫോർവേഡ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മറ്റേതിനേക്കാൾ കൂടുതൽ സെൻറ്ററിലുള്ള മുന്നേറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പ്ലസ് ഈ 2 സെൻറ്റർ മിഡ് ഫ്രണ്ടിലേക്ക് കയറി വരുന്നതുകൊണ്ട് തന്നെ സെൻറ്ററിലുള്ള മുന്നേറ്റങ്ങൾ ഇവിടെ കുറച്ച് കൂടുതലായിട്ട് കാണാൻ സാധിച്ചിരുന്നു. സോ നമ്മൾ ഇനി അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ആ ഒരു 4 മെൻ ഡിഫൻസ് അല്ലെങ്കിൽ 2 സെൻറ്റർ ബാക്ക്. ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ മെയിനായിട്ട് 4-3-3 ഉണ്ട്, 4-2-3-1 ഉണ്ട്, 4-4-2 ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരുപാട് ഫോർമേഷൻസ് പല സീസണുകളായിട്ട് ആ ടീമിൽ തന്നെ ഒരു സീസണിൽ തന്നെ മാറ്റിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. 2 സ്ട്രൈക്കറായിട്ട് വരുന്നതും ലോൺലി സ്ട്രൈക്കറായിട്ട് വരുന്ന ഫോർമേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടേക്ക് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ 4-3-3 ഒക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു വി ഷേപ്പിലാണ് മിഡ് സെറ്റ് ചെയ്യാറുള്ളത്. ഒരു ഡിഫൻസീവ് മിഡും 2 സെൻറ്റർ മിഡും. ആ 2 സെൻറ്റർ മിഡ് അറ്റാക്കിലേക്ക് കുറച്ചധികം ഇൻവോൾവ് ആയിട്ട് പോകാറുണ്ട്. അവർ കുറച്ചധികം ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട്. ഒരു പ്ലെയറിൻ്റെ ബാക്കപ്പ് ഉള്ളതുകൊണ്ട് നമ്പർ 10 എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറിൻ്റെ റോള് കണ്ടില്ല. അതേസമയം ഒരു സ്ട്രൈക്കറിനൊപ്പം ഒരു പ്ലെയറിനെ ഉപയോഗിച്ചുകൊണ്ട് 4-2-3-1 ഒക്കെ അത്തരത്തിൽ ഒരു പ്ലെയർ ഡ്രോപ്പ് ചെയ്തിട്ട് മറ്റൊരു പ്ലെയറിനെ ഫ്രണ്ടിൽ നിർത്തിയിട്ടുള്ള രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടെയും സിമിലർ ആയിട്ട് ഫുൾ ബാക്കിന്റെ യൂസും അതുപോലെ തന്നെ വിങ്ങേഴ്സിന്റെ യൂസും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 പ്ലെയർ പൊസിഷൻസ് ആണ് ഇവിടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ബിൽഡപ്പിലേക്ക് വരുമ്പോൾ മറ്റേത് കുറച്ചുകൂടി വിങ്ങിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി സെൻട്രലിലുള്ള മുന്നേറ്റങ്ങൾ, കാരണം ആ ഒരു സെൻട്രൽ ഒരു DMF-ഉം ഫ്രണ്ടിൽ 2 CMF-ഉം പല സമയത്ത് ഉണ്ടാവാറുണ്ട്. ഇനി 4-4-2 കളിക്കുകയാണെങ്കിലും 2 പ്ലേയേഴ്സിന്റെ സാന്നിധ്യം ആ ഒരു മിഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ സെൻട്രലിലൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ എപ്പോഴും സെൻട്രലിലൂടെ പോയിട്ട് വിങ്ങിലേക്ക് പോയി അവിടെ നിന്ന് ക്രോസിലേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിലൊരു ചായ്വ്, വിങ്ങിലേക്ക് ഒരു ചായ്വ് നമുക്ക് ഈ 4 മെൻ കളിക്കുമ്പോഴും കൂടുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. നോർമലി 4-4-2 യൂസ് ചെയ്യുന്ന സെയിം ബിൽഡപ്സ് തന്നെയാണ് ഇവിടെയും. ഒരു വലിയ സ്പെഷ്യാലിറ്റീസ് ഒന്നും ഇവിടെ കാണാൻ സാധിച്ചിരുന്നില്ല. ഇനി അറ്റാക്കിംഗ് ഫേസിലേക്ക് വരുമ്പോൾ അവിടെ മെയിനായിട്ട് കാണാൻ സാധിച്ചൊരു കാര്യം മാക്സിമം പ്ലേയേഴ്സിനെ അറ്റാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അവിടെ 2 സെൻറ്റർ ബാക്ക് അതുകൊണ്ട് തന്നെ ഒരു 2-3-2-3 എന്നോ അല്ലെങ്കിൽ ഒരു 2-3-5 എന്ന രീതിയിലേക്ക് പലപ്പോഴും മാറാറുണ്ട്. കൂടുതലും ഒരു പിരമിഡിൻ്റെ രീതിയിൽ ആ ഒരു 4-3-3 ഫോർമേഷൻ മാറുന്നത് ഈ വിങ്ങേഴ്സ് പ്ലസ് ഫുൾ ബാക്ക് ആ ഒരു ഫ്രണ്ടിലേക്ക് കയറി വന്നിട്ട് 2 CMF ആ ഒരു ബാക്കപ്പിന് നിന്ന് അത്തരത്തിലൊരു പിരമിഡ് എന്ന രീതിയിൽ ഒരു 2-3-5 അറ്റാക്കിംഗ് ഫോർമേഷനിലേക്കുള്ള സ്വിച്ചിങ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. ആൻഡ് ഇവിടേക്കും അറ്റാക്കിംഗ് കോമ്പിനേഷൻസ് ആണ് കൂടുതൽ. 3-4-3 കുറച്ചുകൂടി കൂടുതൽ സ്ട്രൈക്കേഴ്സ് ഇവിടെ ഇൻവോൾവ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവർ കുറച്ചുകൂടി ഡ്രോപ്പ് ചെയ്തിട്ടും ഈ പറഞ്ഞ ലിങ്കപ്പ് കളിക്കുന്നതും ഈ ഒരു സിസ്റ്റത്തിൽ കാണാൻ സാധിക്കും. അവിടെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇവാനാഷൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ 2 സ്ട്രൈക്കേഴ്സിനെ വെച്ചിട്ട് 2 സ്ട്രൈക്കേഴ്സും വിങ്ങിലേക്കും വൈഡായിട്ടും ഇറങ്ങിയും അവർ ലിങ്കപ്പ് കളിക്കുന്നതും ആ ഒരു രീതിയിലാണ് ഇവിടെയും കാണുന്നത്. പക്ഷേ അതിനേക്കാൾ കുറച്ച് സ്പെഷ്യാലിറ്റി വരുന്നത് ഈ 2 സെൻട്രൽ മിഡ്ഫീൽഡറിനാണ്. അവർ കുറച്ചുകൂടി അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടും അതുപോലെ തന്നെ വിങ്ങേഴ്സും അറ്റാക്കിംഗ് മൈൻഡഡ് ആണ്. ആ ഒരു വ്യത്യാസമാണ് അറ്റാക്കിംഗ് പാറ്റേണിൽ മെയിൻ ആയിട്ട് ഇവാനിൽ നിന്ന് കാണാൻ സാധിച്ചത്. ആൻഡ് ഇവിടെയും കൗണ്ടർ അറ്റാക്കിന്റെ സാന്നിധ്യം വളരെയധികം ഉണ്ട്. കൗണ്ടർ അറ്റാക്കിനെ പറ്റി നമ്മൾ സ്പെസിഫിക് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ മിഡ്ഫീൽഡ് ടൈറ്റ് ആക്കി വെക്കാൻ ഇവിടെയും അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. 4-3-3 കളിച്ചാലും 4-4-2 കളിച്ചാലും മിഡിലുള്ള റിക്കവർ ചെയ്തതിന് ശേഷം അവിടെ അതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് കൂടുതലും കാണാൻ സാധിക്കും. സോ ഇവിടെ ബിൽഡപ്പ് ചെയ്ത് അറ്റാക്ക് ചെയ്തതിനേക്കാൾ കൂടുതൽ വെയിറ്റ് ചെയ്ത് ഓപ്പണന്റിനെ പന്ത് കൊടുത്ത് അവർ അറ്റാക്ക് ചെയ്ത് വരുമ്പോൾ മിഡിൽ വെച്ച് റിക്കവർ ചെയ്ത് ഈ പറഞ്ഞ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനാണ് അറ്റാക്കിംഗ് പാറ്റേൺ മെയിൻ ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഓവറായിട്ട് ഡിഫെൻഡിങ് കളിക്കുന്ന രീതിയില്ല, മിഡിൽ വെച്ച് റിക്കവർ ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിൽ ഇവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇനി ഈ സിസ്റ്റത്തിലെ ഡിഫെൻഡിങ്ങിലേക്ക് വരാണെങ്കിൽ നോർമലി കാണുന്ന
നല്ല രീതിയിൽ 4-4-2 ഡിഫൻസീവ് പാറ്റേൺ കാണാം. അതുപോലെ തന്നെ 4-3-3 യൂസ് ചെയ്യുന്നതെങ്കിൽ അത് ഈ പറഞ്ഞ സ്വിച്ചായി 4-5-1 ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെയും നേരത്തെ പറഞ്ഞ ഡിഫൻസീവിലും മിഡിൽ വരുന്ന റിക്കവറീസും അതിനുശേഷമുള്ള കൗണ്ടർ അറ്റാക്ക് തന്നെയാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിൽ എടുത്തു പറയാൻ പാകത്തിനുള്ള വേരിയേഷൻസ് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെയും വീക്ക്നെസ് ആയിട്ട് കാണാൻ സാധിച്ചത് ആദ്യമേ പറഞ്ഞ സിമിലർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. വിങ്ങിൽ വരുന്ന സ്പേസും അതിലൂടെ വരുന്ന അറ്റാക്സും അവിടുന്ന് കട്ട് ഇൻസൈഡ് വരുന്ന ഓപ്പോസിറ്റ് വിങ്ങേഴ്സ് സ്കോർ ചെയ്യുന്ന ഗോളുകൾ, അത്തരത്തിലുള്ള ഗോളുകൾ ഇവിടെയും കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ വിങ്ങിൽ വരുന്ന സ്പേസ് ഇവിടെയും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് ഫുൾ ബാക്ക് അഡ്വാൻസ് ചെയ്ത് അമിതമായിട്ട് അഡ്വാൻസ് ചെയ്ത് പോകുമ്പോൾ വരുന്ന സ്പേസും ഉണ്ട്. അതല്ലാതെ ഫുൾ ബാക്ക് പോസ്റ്റിൽ ഉള്ളപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഗ്യാപ്സ് പിക്ക് ചെയ്ത് അവർ ഫൈൻഡ് ചെയ്യുന്ന സ്പേസസും ഉണ്ട്. സോ ഇനി ഏത് ഫോർമേഷൻ യൂസ് ചെയ്താലും ഇവിടെ വരുന്ന കോമൺ ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങളാണ്, സിമിലാരിറ്റീസ് ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കൗണ്ടർ അറ്റാക്കിന്റെ സാന്നിധ്യമാണ്. 3 സെന്റർ ബാക്ക് പറഞ്ഞപ്പോഴും 4 സെന്റർ ബാക്ക് പറഞ്ഞപ്പോഴും കൗണ്ടർ അറ്റാക്ക് എന്ന് പറയുന്ന ഒരു വാക്ക് റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. സോ അതിൻ്റെ ഒരു ട്രേഡ് മാർക്കായിട്ട് അല്ലെങ്കിൽ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു അറ്റാക്കിംഗ് സ്ട്രാറ്റജി ആയിട്ട് തോന്നുന്നുണ്ട്. അവിടെ കൗണ്ടർ അറ്റാക്കിൽ എനിക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഈ വൈഡ് സ്പേസസ് അദ്ദേഹം യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൗണ്ടർ അറ്റാക്കിന് വേണ്ടി തയ്യാറായി നിൽക്കുന്ന പ്ലേയേഴ്സിനെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. എപ്പോഴൊക്കെ പന്ത് റിക്കവർ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെ റൺ ചെയ്യാനായിട്ട് പേസ് കൊണ്ട് റൺ ചെയ്ത് ആ ഒരു ഫ്രീ സ്പേസസിലേക്ക് പോകാനുള്ള ആ ഒരു ഇൻറ്റൻഷൻ നമുക്ക് പ്ലേയേഴ്സിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതൊരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്. അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം, ചില സമയത്ത് ആ ഒരു അറ്റാക്കിംഗ് തേർഡിൽ 1-2 പ്ലേയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ പ്ലേയേഴ്സും ഇറങ്ങി നിൽക്കും. ഒരു ലോൺലി സ്ട്രൈക്കറായിട്ട് നിൽക്കുന്ന ഒരു പ്ലെയറും ചിലപ്പോൾ ഒരു വിങ്ങറും ഉണ്ടാവും. ഈ വിങ്ങർ അവിടെ ഇല്ലെങ്കിലും പന്ത് റിക്കവർ ചെയ്യുമ്പോൾ വൈഡിലേക്ക് ഒരു പ്ലെയർ എപ്പോഴും എത്തുന്നുണ്ട്. ആ വൈഡ് ഏരിയാസ് യൂസ് ചെയ്തിട്ടാണ് കൗണ്ടർ അറ്റാക്ക് നടത്തുന്നത്. ഈ ഒരു സ്ട്രൈക്കറിനെ മാത്രം ഫ്രണ്ടിൽ നിർത്തുമ്പോൾ ഓപ്പൺ ടീം കുറച്ചധികം ഓവർ കോൺഫിഡൻ്റ് ആയി മാറാറുണ്ട്. ഈ ഒരു പ്ലെയറിനെ മാത്രം കീപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് ഓർത്ത് ചിലപ്പോൾ കുറച്ച് പ്ലേയേഴ്സ് അഡ്വാൻസ് ആയിട്ട് മുന്നോട്ട് കയറിപ്പോൾ അത് ഒരു കെണി ഒരുക്കി കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഒരു പ്ലെയറിനെ മാത്രം ഫ്രണ്ടിൽ നിർത്തി ആ ഒരു പ്ലെയറിലേക്ക് പാസ് കൊടുക്കുമ്പോൾ ഈ പറഞ്ഞ വൈഡ് ഏരിയാസ് റഷ് ചെയ്ത് യൂട്ടിലൈസ് ചെയ്യാൻ നിൽക്കുന്ന വിങ്ങേഴ്സ് അല്ലെങ്കിൽ ഫുൾ ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആണെങ്കിലും ആ വൈഡ് ഏരിയാസ് നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് അവിടേക്ക് വന്നിട്ട് ഈ സെൻട്രൽ മിഡിൽ നിന്നോ അല്ലെങ്കിൽ റിക്കവർ ചെയ്യുന്ന ഒരു പ്ലെയറിൽ നിന്ന് വൈഡിലേക്ക് പാസുകൾ ഒരുപാട് പോകുന്നുണ്ട്. സോ കൗണ്ടർ അറ്റാക്ക് നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൽ കുറച്ചുകൂടി ഇവാനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റീവായിട്ട് കാണാൻ സാധ്യതയുള്ള ഒരു അറ്റാക്കിംഗ് പാറ്റേൺ ആയിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ഫുൾ ബാക്ക് ആൻഡ് വിങ്ങേഴ്സ്, ഈ രണ്ട് പ്ലേയേഴ്സിന്റെ യൂസേജ് ആണ്. അതിൽ അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഗോളുകൾ അടിപ്പിക്കുന്ന ടൈപ്പ് വിങ്ങേഴ്സിന്റെ സാന്നിധ്യം അതിന് ആവശ്യമാണ്. അതേപോലെ തന്നെ പ്രോഗ്രസീവായിട്ട് കളിക്കുന്ന ഫുൾ ബാക്കിന്റെ സാന്നിധ്യവും ഇതിൽ കാണുന്നുണ്ട്. 4-man കളിച്ചാലും 3-man കളിച്ചാലും ഈ വിങ്ങേഴ്സിന്റെയും ആക്റ്റീവായിട്ടുള്ള അറ്റാക്കിംഗ് മൈൻഡഡ് ആയിട്ടുള്ള ഒഫൻസീവ് ആയിട്ടുള്ള വിങ്ങേഴ്സിന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ നല്ല രീതിയിൽ അറ്റാക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ ബാക്കിന്റെ സാന്നിധ്യവും ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ഫുൾ ബാക്കിന്റെ വിങ്ങേഴ്സിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് സെൻട്രൽ മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ബോക്സ് ടു ബോക്സ് കളിക്കുന്ന ഒരു പ്ലെയറിന്റെ മിനിമം ഒരു പ്ലെയറിന്റെങ്കിലും സാന്നിധ്യം. ആ ഒരു പ്ലെയറിന് അത്യാവശ്യം അറ്റാക്കിംഗ് മൈൻഡ് കുറച്ചുകൂടി മുന്നോട്ട് കയറി വരാനും ഫ്രീഡത്തോടു കൂടി മുന്നോട്ട് കയറി പോകാനും ഈ പറഞ്ഞ പോലെ കുറച്ച് ക്രിയേറ്റീവായിട്ട് കളിക്കാനുള്ള ആ ഒരു എലമെൻറ്റും ആ ഒരു പ്ലെയറിന് ആവശ്യമായിട്ട് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ അതിനെ സംബന്ധിച്ച് മിഡ്ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ടൈറ്റ് ആയിട്ട് വെക്കാനും റിക്കവറീസ് നടത്താനും അദ്ദേഹം ഇഷ്ടപ്പെടുന്നുണ്ട്. അങ്ങനെ റിക്കവർ ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തലാണ് അതിൻ്റെ ലക്ഷ്യം. സോ അത്തരത്തിൽ നല്ല റിക്കവറീസ് കൊണ്ടുവരാൻ പറ്റുന്ന മിഡ്ഫീൽഡേഴ്സിൻ്റെ പ്രത്യേകിച്ചും ഡിഫൻസീവ് മിഡിൻ്റെ സാന്നിധ്യം അവിടെ ആവശ്യമാണ്. ആൻഡ് വീക്ക്നെസ്സിൽ പോലും ഈ ഒരു സിമിലാരിറ്റി നമ്മൾ കാണുന്നുണ്ട്. അവിടെ ഈ വിങ്ങിൽ വരുന്ന സ്പേസും സെൻറ്റർ ബാക്ക് തമ്മിലുള്ള ആ ഒരു ബാക്ക് ലൈൻ്റെ കമ്മ്യൂണിക്കേഷൻ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങളും അവിടെ വരുന്ന ഗ്യാപ്സും ആണ് മെയിനായുള്ള പ്രശ്നം. അത് 3 സെൻറ്റർ ബാക്കായിട്ട് കളിക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്യുമ്പോൾ വരുന്ന ഗ്യാപ്പാണ്. ആ ഒരു അഡ്വാൻസിങ് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല, അതിന് അനുസരിച്ചുള്ള കവറിങ് അവിടെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വീക്ക്നെസ് ആയിട്ട് തന്നെ വരാറുണ്ട്. അത് രണ്ട് സിസ്റ്റത്തിലും നമുക്ക് വീക്ക്നെസ് ആയിട്ട് സിമിലർ ആയിട്ട് കാണുന്നുണ്ട്. സോ ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോഴും ഏറ്റവും അധികം കരുതിയിരിക്കേണ്ട കാര്യവും വിങ്ങിൽ വരുന്ന സ്പേസും ഈ സെൻറ്റർ ബാക്കിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പാസുകൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതായിരിക്കും. ഇനി അവസാനമായിട്ട് സെറ്റ് പീസുകളെ പറ്റി കൂടി സംസാരിക്കാനുണ്ട്. അവിടെ നമ്മൾ ഓവറായിട്ട് ഒരു സെറ്റ് പീസ് കോച്ച് എന്ന രീതിയിൽ പറയാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ വേരിയേഷനോ ട്രിക്സോ അദ്ദേഹം യൂസ് ചെയ്യുന്നത്. ശിവാനേക്കാൾ കൂടുതൽ ഫ്ലാറ്റ് ആയിട്ടുള്ള എല്ലാ ഫ്രീ കിക്സും ഡയറക്റ്റ് ഫ്രീ കിക്കും ഇൻഡയറക്റ്റ് ഫ്രീ കിക്കൊക്കെ ഫ്ലാറ്റ് ആയിട്ട് എടുക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫറൻ്റ് ആയിട്ട് എടുക്കുന്ന രീതികൾ കാണുന്നത്. ഇപ്പോൾ കോർണേഴ്സ് ആണെങ്കിലും ഫ്രീ കിക്സ് ആണെങ്കിലും കുറച്ചൊക്കെ ട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൽ നിന്നും ഗോളുകളൊന്നും അധികം കണ്ടില്ല. സോ അവിടെ സെറ്റ് പീസുകൾ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആയി പോകാനുള്ള ചാൻസസ് കുറവായിരിക്കും. സോ ടോട്ടലി ഇത്രയും കാര്യങ്ങളാണ് അതേപറ്റി എനിക്ക് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതൊന്നും അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇനിയും അതേപറ്റി സംസാരിക്കാനുണ്ടാവാം. ആൻഡ് ഒരു പക്ഷേ ഇതൊന്നും അല്ലാതെ പുതിയൊരു രീതിയിൽ ഒരു ഫ്രഷ് എന്ന രീതിയിൽ കുറച്ചധികം കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പരീക്ഷിക്കാനും തുടങ്ങാനൊക്കെ ചാൻസസ് ഉണ്ട്. സോ അതെല്ലാം ഫ്യൂച്ചറാണ്. നമ്മളൊന്നും ഫ്യൂച്ചർ പ്രൊഡിക്റ്റ് ചെയ്യുന്ന രീതിയിലല്ല പറഞ്ഞിട്ടുള്ളത്. എല്ലാം ചാൻസുകളും ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ നിന്ന് കോച്ചിനെ പറ്റി നിങ്ങൾ ഇപ്പോൾ പറഞ്ഞതിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്തു എന്ന് കരുതുന്നുണ്ട്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടാവാം. പറഞ്ഞതെല്ലാം ഇതേ കണക്കിന് സംഭവിക്കും എന്ന് നമ്മൾ ഒരിക്കലും അവകാശവാദം ഉന്നയിക്കുന്നുമില്ല. കഴിഞ്ഞ സീസൺസിൽ കണ്ട കാര്യങ്ങൾ മാത്രമാണ് ഷെയർ ചെയ്തിട്ടുള്ളത്. സോ അത് എല്ലാവരും ഒന്ന് മനസ്സിൽ വിചാരിക്കുക. സോ ഇതല്ലാതെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരു കോച്ചിനെ പറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.